പിണറായി സർക്കാരിൻ്റെ 4ാം വർഷമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങളിലാണ് പിണറായി സർക്കാരും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള നയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മദ്യവിൽപ്പനയിൽ നോക്കുകയാണെങ്കിൽ IT കമ്പനികളിൽ പുതിയ ചട്ടം വന്നിരിക്കുകയാണ്. അവിടെ ഇനി മുതൽ ജീവനക്കാർക്കുമെല്ലാം മദ്യവിൽപ്പന നടത്താം, അല്ലെങ്കിൽ മദ്യവിൽപ്പന നടത്താമെന്നല്ല, മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവിടെ നിന്ന് മദ്യം വാങ്ങിക്കാം എന്നൊരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഡ്രൈ ഡേ എന്നൊരു ദിവസം ഇനി മുതൽ ആചരിക്കില്ല എന്ന് 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഇനി മുതൽ ഡ്രൈ ഡേ ദിവസങ്ങളിലും, അതായത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന 1-ാം തീയതികളിലും ഇനി മുതൽ മദ്യവിൽപ്പന നടത്താം എന്നൊരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പിണറായി സർക്കാർ നമ്മുടെ ഈ ഒരു കേരളം ഭരിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യചിഹ്നം വരുമ്പോൾ പലരും പറയുന്നത് പിണറായി സർക്കാർ ഇനി വീണ്ടും വരില്ല എന്നാണ്. അതിനോട് യാതൊരു തരത്തിലുള്ള യോജിപ്പും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട് തന്നെ നേരിട്ട് നമുക്ക് ചോദിക്കാം. IT കമ്പനികളിൽ ഇനി മുതൽ മദ്യം വിൽപ്പന നടത്താമെന്ന് പറയുന്നത് ഫ്രൈഡേ പോലും നിർത്തരുതെന്ന് ഞാൻ പറയുന്നത്. എല്ലാത്തിനും നിർത്തുന്നത് മദ്യം നിർത്തരുത്. അതിന് പിന്നെ 550-600 രൂപയ്ക്ക് ഞങ്ങൾ വിലയ്ക്ക് മേടിച്ചോണ്ട് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട. അതിപ്പോൾ തന്നേണ്ടതാണ്. എനിക്കും 2 പെൺപിള്ളേരൊക്കെ പണി തേച്ച് വന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അമ്മ കാരണം എൻ്റെ ആരുടെയും തെറ്റല്ല, ഞാൻ തന്നെ മദ്യം നിർത്തരുത്. ഒരിക്കലും മദ്യം നിർത്തിയിട്ട് നമ്മൾ സർക്കാർ പോകും. സർക്കാരിന് തോന്നണമെങ്കിൽ ഇതേ സർക്കാരിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. വീണ്ടും വന്നാൽ തന്നെ സ്ഥിതി ഇത് തന്നെയല്ലേ. അതെല്ലാം വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണുള്ള ആഗ്രഹമാണ് നമുക്ക് ഏറ്റവും. മനുഷ്യരിൽ നിന്ന് നമുക്ക് എല്ലാവരും അത് തന്നെയാണ് യോജിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ എല്ലാം ഈ തല്ലിപ്പിടുത്തവും ഈ കൊള്ളരുതായ്മയും അടിയും പിടിയും കുത്തും കഞ്ചാവും ഒക്കെ ആയിട്ട് ഈ 2 വർഷം കൊണ്ട് എന്തുമാത്രം കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ഈ വണ്ടി ഓടിച്ചും വീട്ടിൽ കയറി തല്ലിയും വെട്ടും കുത്തും ഒക്കെ ആയിട്ട്. അതിപ്പം ഈ ഒരു ഭരണം, പുള്ളിയുടെ ഭരണം ഇവിടെ കൊണ്ട് നിർത്തുക തന്നെയാണ് എൻ്റെ യോജിപ്പ്. അങ്ങനെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് അടുത്തത് പിണറായി എന്തായാലും വരില്ല. അപ്പോൾ എന്തായാലും പിണറായി വരത്തില്ല, ഉറപ്പുണ്ട്. ഇതല്ല, ഈ സ്റ്റേജല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ശരി. പിണറായി സർക്കാർ ഇപ്പോൾ പുതിയ നയങ്ങളാണ് കൊണ്ടുവരുന്നത്. മദ്യനയത്തിൽ ഇനി മുതൽ IT കമ്പനികളിലും മദ്യവിൽപ്പന നടത്താം, അല്ലെങ്കിൽ മദ്യം വിളമ്പാം എന്നൊരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ റേഷൻ കടയിലും മദ്യം കൊടുക്കാനേ പറയുള്ളൂ. കാരണം എന്തിനാ ഈ സർക്കാർ മദ്യം കൊടുക്കുന്നു, അവർ തന്നെ പോലീസെ കൊണ്ട് പിടിപ്പിക്കുന്നു? ആർക്ക് വേണ്ടിയാണ്? സർക്കാർ മദ്യം കൊടുക്കുന്നു, സർക്കാർ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. ആ നാളിയെ രാഷ്ട്രീയം മാറ്റിവെക്കാൻ പറ. ആളിപ്പോൾ കുറച്ച് നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇനി മുതൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന കാര്യമില്ല. ഒരു ദിവസം പോലും മദ്യവിൽപ്പന, അതായത് ആ ഒരു ദിവസത്തേക്ക് മദ്യവിൽപ്പന ഉണ്ടാവില്ല. ഡ്രൈ ഡേ വേണ്ട. എന്നാന്നറിയോ, അല്ല ഈ 1-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്ക് കുടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ തന്നെയല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ഷെയർ വെക്കുകയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്നേരം പോലീസ് ഏമാന്മാർ വന്നാൽ ചോദിക്കും. എന്നിട്ട് അന്നേരം 5 ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പെറ്റിയടിക്കുക. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഈ ഒരു മദ്യനയത്തിൻ്റെ പുതിയ നയങ്ങളായാലും എല്ലാം സ്വാഗതാർഹമാണ്. മദ്യനയം എല്ലാം ക്ലിയർ ആണെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. അതൊക്കെ മോശമായ ഏർപ്പാട് തന്നെ. പിന്നെ മദ്യനയം കൊണ്ടുമ്പോൾ നമുക്ക് യുവാക്കൾ മുഴുവനും ഈ കഞ്ചാവും മയക്കുമരുന്നും കുത്തിവെപ്പും ഒക്കെ അതൊക്കെ കൂടുതൽ ഇതുണ്ട്. അതൊക്കെ തെറ്റായ ഏർപ്പാടാണ് പറയാതിരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടാണ്, അത് വേറെ എന്നെ പറയുന്നത്. ഞാനിത്രപ്പോൾ വയസ്സായില്ലേ. എൻ്റെ വീട്ടിൽ കഴിക്കുമ്പോൾ എൻ്റെ ചെറുക്കൻ പോലും ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ ചെറുക്കനൊരു ജോലി ഉണ്ട്, അല്ലേ അവിടെ ചെന്ന് എന്തെങ്കിലും പറയണ പോലും ഞാൻ ഉണ്ടാറുമില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞു മാത്രമേ. എല്ലാവരും മുഖ്യമന്ത്രിയാ അടുത്ത മുഖ്യമന്ത്രി പിണറായി തന്നെ. മാറ്റം ഉണ്ടാവില്ല. പിന്നെ ജനോപരപ്രദമായ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിപ്പിക്കാൻ സഖാക്കളെ കൊണ്ട് സാധിക്കുന്നില്ല. താഴെക്കെട്ടുള്ള സഖാക്കൾ അതിന് വേണ്ടി പ്രവർത്തിക്കണം. നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ. എനിക്ക് അതിൻ്റെ ലൈഫിൻ്റെ വീട് കെട്ടി ജീവിക്കുന്നവനെ ഞാൻ. അപ്പോൾ സർക്കാർ തന്നുകൊണ്ടല്ലേ ആ ലൈഫിൻ്റെ വീട്. 2 പെൺകുട്ടികളാണ്, 2 പിള്ളേർ മോടൊക്കെ തിരക്കുള്ളൂ, എല്ലാം കഴിച്ചിട്ടില്ല, പഠിക്കുന്ന പിള്ളേരാണ്. അങ്ങനെയൊക്കെ സഹായം തന്നത് ഈ സർക്കാരാണ്. അത് ഇനിയും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തണം ഇഷ്ടം പോലെ. അത് നല്ല കാര്യങ്ങളാണ്. അപ്പം പിണറായി സർക്കാർ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ്. ഇന്നത്തെ വിഷയം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പിണറായി സർക്കാർ ഇനി അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉണ്ടോ? അയ്യോ എൻ്റെ പൊന്നെ, നാടും കുത്തുകളാണെന്നാണ്. ഒരിക്കലും ആയില്ല, ആക്കല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെന്ന് വെച്ചാൽ അതുപോലെ ദോഷം മാത്രമേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരിക്കലും ആകല്ലെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുകയില്ല. 2 വട്ടം പിണറായി സർക്കാരിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും ഇനി വരുവാണെങ്കിൽ വീണ്ടും വരികയല്ല. നിങ്ങൾ ഒന്ന് സഹിച്ച് ഇനിയും സഹിക്കുമല്ലോ നിങ്ങൾ.
ഇനി സഹിക്കത്തില്ല. ഒത്തിരി പൊടുത്തി കിട്ടിയ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഒരിക്കലും സഹിക്കില്ല. സഹിക്കാതിൻ്റെ പരമാവധി സഹിക്കും. ഇനി സഹിക്കത്തില്ല. എല്ലാവരും മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ്. ഇല്ലില്ല, ഇതിന് ഒരു യോജിപ്പ് ആരും മാറി ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനെ ഒത്തിരി പുള്ളിനെ കൊണ്ട് ബുദ്ധിമുട്ടി ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊരിക്കലും മാറി ചിന്തിക്കില്ല. അതാണ് എൻ്റെ. അപ്പോൾ ഇനി വേറൊരെണ്ണം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള നയങ്ങളൊക്കെ എടുക്കുന്ന പിണറായി സർക്കാരിന് അടുത്ത മുഖ്യമന്ത്രി ആവുമോ? അടുത്ത മുഖ്യമന്ത്രി ആകാൻ സാധ്യത കുറവാണ്. ആൾക്കാരെല്ലാം വെറുത്ത് ഇതുപോലെ സാധനത്തിനെല്ലാം എല്ലാത്തിനും കറണ്ട് കൂടി, 3-4 വർഷം കറണ്ട് കൂടി, പിന്നെ അതുപോലെ തന്നെ വേറെ ഇതിനെല്ലാം കൂടി. അതാണ് അതിൻ്റെ കാര്യങ്ങളതാണ്. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ മേലാത്ത ഒരു കാലഘട്ടമായി പിണറായി വിജയനെ കൊണ്ട് എല്ലാവരും ദ്രോഹിക്കുന്ന ഒരു നയമായി ഇപ്പം. പാവപ്പെട്ടവർ മനസ്സിലാക്കുന്നില്ല. ഇല്ല, അത്രേ ഉള്ളൂ. മുതലാളി ജീവിക്കട്ടെ, പാവപ്പെട്ടവർ ജീവിക്കണ്ട, അത്രേ ഉള്ള കാര്യം. അപ്പൊ എന്തായാലും ഇനി അടുത്തത് പിണറായി സർക്കാർ വരില്ല എന്ന് തന്നെയാണ്. വരുവോ വരാതിരിക്കുമോ, കാശ് വാരി എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരും. അല്ലാതെ വരുമോ ഇല്ലൊന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇത് ജനങ്ങളിൽ ഇരിക്കുന്ന മുതലാണ്. അല്ലാതെ ജനങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ കയറുള്ളൂ, അത്രേ ഉള്ളൂ പറയാം. അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, ആയിക്കോട്ടെ. സർക്കാർ സ്വകാര്യ IT കമ്പനികൾ ഇനി മുതൽ മദ്യവിൽപ്പന നടത്താമെന്നൊരു ഉത്തരവാണ് പിണറായി സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ മദ്യവിൽപ്പന നടത്താമെന്നാണ്. അതിൽ IT കമ്പനി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ വളരെ വിനോദസഞ്ചാരികളായിട്ട് വരുന്നവർ, അവർക്കൊക്കെയാണ് ഇനി മുതൽ അവിടുന്ന് സാധനം ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ അത് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പിണറായി സർക്കാരിൻ്റെ മദ്യത്തോടുള്ള ഈ നയങ്ങളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അതായത് ഇപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഡ്രൈ ഡേ പോലും ഇനി മുതൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ IT കമ്പനികളിൽ പോലും മദ്യം ഇനി വിൽപ്പന നടത്താമെന്ന രീതിയിലുള്ള നയങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്താണ് അഭിപ്രായം? എനിക്ക് ഈ അഭിപ്രായത്താൽ യോജിക്കാൻ പാടാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിനും മദ്യത്തിനും എല്ലാം വില കൂടിക്കൊണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇതുകൊണ്ടൊരു നേട്ടമില്ല മനുഷ്യന്. ഈ പുള്ളിക്കാരൻ്റെ ഭരണവും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഈ മദ്യത്തിന് വില കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നത് ചെന്നാൽ ലോട്ടറി കഴിഞ്ഞ് കൂടാൻ പോവുക. അതുകൊണ്ട് ഈ പുള്ളിയായിട്ട് യാതൊരു ഇതിൽ പോകാൻ പറ്റത്തില്ല. അതായത് പാവപ്പെട്ട ജനങ്ങളാണ് കൂടുതലും മദ്യം വിൽപ്പന നടത്തുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട്. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിലനിൽപ്പെന്നും പറയുന്നത്. അപ്പോൾ അത് വീണ്ടും പണം കൂട്ടുമ്പോൾ പാവപ്പെട്ടവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാകും. അതാ ഞാൻ പറഞ്ഞത്, അത്ര ഉള്ളതിൻ്റെ ചുരുക്കം. അതാ ഉള്ളത്. ശരിയാ പറഞ്ഞത്, പെങ്ങൾ പറഞ്ഞ കാര്യം ഓക്കെ. അത് മയങ്ങാൻ വേണ്ടി തന്നെ നമ്മൾ അടിക്കുന്നു, എന്നിട്ട് രാവിലെ ഇത് പണിയാൻ പോകാൻ വേണ്ടി മാത്രം ഇതാണുള്ള കഴിപ്പുള്ളൂ. അല്ലെ, ഒരെണ്ണം 1.5 അതിൽ കൂടുതൽ നമ്മൾ കഴിക്കാറില്ല. അതാണ് എൻ്റെ കാര്യം. ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് വന്ന് കഴിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് വളരെയധികം വില കൂട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര തിരിച്ചടിയാണ്. അതെ, തിരിച്ചടി തന്നെയാണ് അത്. അത് തന്നെ ജീവിക്കാൻ പറ്റിയ മതിയില്ലെങ്കിൽ ഒരു ബോധവും ഇല്ല, ഒരു കേട്ടിട്ടില്ല നടക്കിയത്. അതുകൊണ്ട് എപ്പോഴും മനുഷ്യന് ആവശ്യത്തിന് മദ്യം കുടിക്കാവുള്ളൂ, അനാവശ്യമായിട്ട് കുടിക്കും. അത് കുടുംബത്തിൽ നിന്ന് വഴക്കോ വക്കാളോ ഉണ്ടാക്കുകയും ചെയ്യരുത്. പുതിയ നയം വന്നിട്ടുണ്ട് പിണറായി സർക്കാരിൻ്റെ. അതിനോട് പെണ്ണ് കൃത്യമായിട്ട് കിട്ടണം, എന്നാലേ മദ്യം കുടിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടുവാണെങ്കിൽ ഞങ്ങളെല്ലാം ചെയ്തൊരു പ്രോത്സാഹനം കൊടുക്കും, അല്ല വേറെ ചെയ്തിട്ടൊന്നുമില്ല. ഇത് വേണമെന്ന് ഇതിപ്പോൾ നിങ്ങൾ പറയാമല്ലോ. ഇപ്പോൾ ഇത് നിർത്തിയാൽ എന്നാ കുഴപ്പം? ഇത് നിർത്തിക്കൊണ്ട് എന്താ ലാഭം സർക്കാരിന്? ഇതല്ല അതാ കഞ്ചാവ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബാറുകൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം, അങ്ങനെ കഞ്ചാവ് മാഫിയകൾ ഒഴുകി പോയി. ഇതില്ലെങ്കിൽ ഈ മറ്റു ലഹരികളോട് മുഴുവൻ പോകും. ഇടയ്ക്ക് അതുപോലെ തന്നെ ഒരു ദിവസമൊക്കെ അവർ അവധി കൊടുക്കുന്നത് നല്ലതാണ് ബാറുകൾക്ക്. അതായത് നമ്മൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ മര്യാദയ്ക്ക് വഴിയല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകാൻ ചെയ്യാം. ഇത് നമുക്ക് എല്ലാ ദിവസവും ബാറിൻ്റെ ഭാഗത്തിൽ കൂടെ ബൈക്കായിട്ട് ഒന്ന് പോകാനോ എടുക്കാനോ പിള്ളേരുമായിട്ട് വെച്ചുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു ദിവസം സ്വസ്ഥമായിട്ട് നമുക്ക് കുടുംബമായിട്ടെങ്കിലും നല്ല വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പം പറയാനെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലൊക്കെയുള്ള തന്നെ കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഫ്രൈഡേ തന്നെ ഒരു ദിവസം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ IT പാർക്കുകളുടെ, അതായത് IT കമ്പനികളിൽ ഈ യൗവനം ആ ഒരു സമയത്ത് നിൽക്കുന്ന കുട്ടികളാണ് അവിടെ ജോലി ചെയ്യാൻ പോകുന്നത്. അവരിൽ ഇനി മുതൽ മദ്യവിൽപ്പന നടത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അവരെ ബാധിക്കുക? കൊച്ചു കുട്ടികളെയൊക്കെ, അത് 20-30 വയസ്സ് ആ ഒരു ഏജിൻ്റെ ഇടയിലുള്ളവരായിരിക്കും അത് ഉപയോഗിക്കാൻ തുടങ്ങുക. അത്
എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ പരിപാടി വേണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ മദ്യവും പിന്നെ മറ്റുള്ള കഞ്ചാവും കാര്യങ്ങളെല്ലാം കൂടി ഒന്നും കൂടെ നമുക്ക് ഈ സമൂഹത്ത് പിന്നെ കൂടുതലുണ്ടായി വരുള്ളൂ. നമുക്ക് അങ്ങനെ മദ്യം അവിടെ വെച്ച് കഴിഞ്ഞാൽ അതില്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മുന്നോട്ടുള്ള കാര്യം പിള്ളേരുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അത് വെച്ചിട്ട് നമുക്കത് ഒഴിവാക്കുക നല്ലത്, ഏറ്റവും നല്ലത്. പിണറായി സർക്കാർ ഇപ്പോൾ പുതിയ നയങ്ങളാണ് കൊണ്ടുവരുന്നത്. മദ്യനയത്തിൽ ഇനി മുതൽ IT കമ്പനികളിലും മദ്യവിൽപ്പന നടത്താം, അല്ലെങ്കിൽ മദ്യം വിളമ്പാം എന്നൊരു പുതിയ നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുകയാണെങ്കിൽ റേഷൻ കടയിലും മദ്യം കൊടുക്കാനേ പറയുള്ളൂ. കാരണം എന്തിനാ ഈ സർക്കാർ മദ്യം കൊടുക്കുന്നു, അവർ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു? ആർക്ക് വേണ്ടിയാ? സർക്കാർ മദ്യം കൊടുക്കുന്നു, സർക്കാർ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. ആ നാളിയെ രാഷ്ട്രീയം മാറ്റി വെക്കാൻ പറ. ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഒരു പൗരനാണ്. നമ്മൾ മദ്യം കാശ് കൊടുത്ത് മേടിക്കുന്നു, ഞങ്ങളെ കൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. എന്നിട്ട് എന്തിനാ ഇതെല്ലാം ഉണ്ടാക്കണത്? സർക്കാരിന് വേണ്ടിയാണ് ഉണ്ടാക്കണേ. പിന്നെ ആ പുള്ളി ഇപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞു. കൃഷി ഉണ്ടാക്കി, ശരിയാ, വിതച്ചു, വിത്ത് വിതച്ചു ഉണ്ടാക്കുക. ഞാനും ഒരു കൃഷിക്കാരനാണ്, എൻ്റെ അപ്പനും കൃഷിക്കാരനാണ്. അതിപ്പം കാലാവസ്ഥയുടെ കാരണം കൃഷി നശിച്ചു പോയി. അതിന് സർക്കാരിനെ കുറ്റമിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യേണ്ടത് അതിനുള്ള വിട്ടുവീഴ്ച ചെയ്യേണ്ടത് രാജ്യങ്ങൾ കറങ്ങാൻ പോവല്ല പിണറായി, അല്ല ഓപ്പറേഷൻ ചെയ്യാൻ പോകാനല്ല പോകേണ്ടത്. അത് ഇവിടെ നാട്ടുകാർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആളിപ്പോൾ കുറച്ച് നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇനി മുതൽ ഡ്രൈ ഡേ എന്ന് പറയുന്ന കാര്യമില്ല. ഒരു ദിവസം പോലും മദ്യവിൽപ്പന, അതായത് ആ ഒരു ദിവസത്തേക്ക് മദ്യവിൽപ്പന ഉണ്ടാവില്ല. ഡ്രൈ ഡേ വേണ്ട. എന്നാന്നറിയോ, അല്ല ഈ 1-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്ക് കുടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ തന്നെയല്ല, നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ഷെയർ വെക്കുകയോ പിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്നേരം പോലീസ് ഏമാന്മാർ വന്നാൽ ചോദിക്കും. എന്നിട്ട് അന്നേരം 5 ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പെറ്റിയടിക്കുക. അതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ബുക്കിന് ബാറുണ്ടല്ലോ, ബാറിൻ്റെ മുമ്പിലാണ് പോലീസുകാർ വന്ന് നിൽക്കുന്നത്, കുടിയും കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. ഈ ബാറിൻ്റെ അതൊക്കെ ഒരു ദിവസം ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് നേരെ അങ്ങ് പോലീസ് കൊണ്ട് ഞാൻ കണ്ടില്ലായിരുന്നു. അവിടുന്ന് നേരെ ഇങ്ങ് വന്ന് ഈ വില്ലേജ് ഹാൾ ജംഗ്ഷൻ്റെ അവിടെ ഞാനങ്ങ് തിരിഞ്ഞപ്പോഴത്തേക്കും വണ്ടി വന്ന് വിലങ്ങം വെച്ച് എന്നെ ഓദിച്ച് എന്നെ അന്നേരം തന്നെ പൊക്കിക്കൊണ്ട് പോയി. പിന്നെ 2 പേര് ജാമ്യത്തിൽ വന്നാണ് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത്. അതൊന്നും ശരിയായ പരിപാടിയല്ല. പിണറായി സർക്കാർ ഇപ്പോൾ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നത് മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ IT കമ്പനികളിൽ പോലും മദ്യവിൽപ്പന നടത്താം എന്നൊരു രീതിയിൽ. ഞാൻ പേപ്പർ കൊടുക്കാവുന്ന പിന്നെ IT മദ്യം വിളമ്പാവുന്നുള്ളത് എന്ന് പേപ്പർ വായിച്ച കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഇനി മുതൽ ഡ്രൈ ഡേ ഇല്ല എന്ന രീതിയിൽ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാവപ്പെട്ടവരെ അല്ലെങ്കിൽ സാധാരണക്കാരെ എത്തരത്തിലാണ് ബാധിക്കുന്നത്? സാധാരണക്കാർ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മദ്യനയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞ ഞാനിപ്പം മദ്യം കഴിച്ചാൽ വന്നത് അവർക്ക് മദ്യനയം കൊണ്ടുവരുന്നത് മോശമായ കാര്യമാണ്. പക്ഷേ ഒരു പരിധി വരെ അതുണ്ടെങ്കിലേ സർക്കാരും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ പറഞ്ഞത്. ലോട്ടറിയുടെയും മദ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് സർക്കാർ എൻ്റെ വേറെ ഓഡിറ്റ് ഒക്കെ ഓരോരുത്തർക്ക് പിന്നെ നമ്മുടെ പെൻഷനൊക്കെ കൊടുക്കുന്നില്ലേ. അല്ല റവന്യൂ വകുപ്പിൻ്റെയൊക്കെ ഒരു രൂപ കൂട്ടിയാലും കിട്ടുമല്ലോ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് 1600 രൂപ എത്ര കോടാനുകോടി ആൾക്കാർക്കല്ലേ കൊടുത്തോണ്ടിരിക്കണേ. ഇപ്പം അടുത്ത മാസത്തിൽ ഒരു ഗഡുകൂടെ കൂടി വെച്ചാൽ പെൻഡിങ് വന്നും കൂടെ ഒന്നും കൂടെ കൂടി 3200 രൂപ കൊടുക്കും. ഞാൻ പേപ്പർ വായിച്ച കാര്യം അതാ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം പിണറായി സർക്കാർ തന്നെ ഭരണത്തിൽ വരും. ആരെന്നാ പ്രശ്നം വന്നാലുണ്ട്. ഞാൻ ആർക്ക് വോട്ട് ചെയ്യാൻ പോയില്ലേ വർഷങ്ങളായിട്ട്, പഞ്ചായത്തിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ അടുത്ത പ്രാവശ്യം പുള്ളി തന്നെ ഭരണത്തിൽ വരുള്ളൂ. നുണ പറഞ്ഞ കാര്യമല്ല, അച്ചട്ട. ആളുടെ നയങ്ങളായാലും എല്ലാം തന്നെ നല്ലതാണ്. അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല. ഇടതുപക്ഷം എന്തെങ്കിലും മാത്രമേ. ഇപ്പം ഓരോ സ്ഥലത്തും കോൺഗ്രസും BJP ഒക്കെ എന്നാലും BJPയും കോൺഗ്രസും ചില സ്ഥലത്തൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അവരുടെ കേന്ദ്രത്തിൽ പോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായ പാളിച്ചകൾ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നതും കേരള ഗവൺമെൻറ് ഭരിക്കുന്നതും കേന്ദ്രത്തിൽ അവർ സർക്കാരിന് കൊടുക്കും എന്തെങ്കിലും അലോട്ട്മെൻറ്റ്. കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വേറെ ഭരിക്കുന്ന ആൾക്കാർ അവർ സർക്കാർ കൊടുക്കുകയില്ല ഇങ്ങോട്ട്. അങ്ങനെയുള്ള ഏർപ്പാട്. ഞാൻ കൃഷിക്കാരന് കേന്ദ്രത്തിലെ പൈസ കിട്ടുന്നത് പറയുന്നത് 6-7 ഏക്കർ ഞാൻ കൃഷി ചെയ്യണത്. ഇനിയിപ്പം ജൂലൈ മാസത്തിലാണ് പൈസ കിട്ടുള്ളത്. ഇവിടെ പിണറായി കൊണ്ട് പെണ്ണുമ്പിള്ളകളെ മാലയൊക്കെ പളയം വെച്ചിട്ടാണ് ഞാൻ ഇപ്പം അവർക്ക് PRS അടിക്കാൻ പൈസ കൊടുക്കണം. പിന്നെ കൊയ്ത്തുകൂലി, പമ്പിങ് നേർമ, ചുമട്ടുകൂലി എല്ലാം ഇന്നേരം കൊടുക്കുന്നത്. അല്ലാതെ അതൊക്കെ പറയുന്നു നമ്മൾ. എന്തായാലും പിണറായി സർക്കാർ തന്നെ വീണ്ടും വരും എന്ന രീതിയിൽ ഞാൻ പിണറായി സർക്കാരിൻ്റെ രീതിക്കാരനല്ല പറഞ്ഞത്. ഞാൻ വോട്ട് ചെയ്യുകയല്ലോ. പക്ഷേ
പുള്ളി തന്നെയാണ് വരുവുള്ളത്. ഈ IT കമ്പനികളിൽ ഇപ്പോൾ സാധനം വിൽക്കാം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അതൊക്കെ നല്ല അഭിപ്രായങ്ങളല്ലേ? നല്ലതാണ്. പ്രോത്സാഹിപ്പിക്കുകയാണ്. അതൊരു നല്ല നടപടിയാണെന്നാ ഈ വയസ്സായ എൻ്റെ ഒരു താല്പര്യവും. എന്നാലും മറ്റ് മാഫിയകളുണ്ടല്ലോ, ഈ മറ്റ് കക്ഷിസ്റ്റോ ഏതാണ്ട് സംഭവം പോലെയുള്ള അവരുടെ വിൽപ്പനയും തടയും, അതൊക്കെ കുറയും. ഇത് കിട്ടാൻ വരുമ്പോഴല്ലേ യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. അപ്പം വലിയ വലിയ ലഹരി മാഫിയകളെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ 50 രൂപ കൊടുത്താൽ ഒരു സ്മോള് കിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ അത് മേടിച്ച് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. ഇനി മുതൽ ഡ്രൈ ഡേ ഉണ്ടാവൂല എന്നൊരു നയം കൊണ്ടുവന്ന്, അതുപോലെ IT പാർക്കുകളിലും ഇനി മുതൽ മദ്യവിൽപ്പന നടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഞാൻ ഇപ്പം അനവധി ബാറുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഞാൻ റേഡ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു മനുഷ്യന് ഇത് സ്വസ്ഥതയായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഈ ബാറുകൾ കണ്ടാൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ അപകടങ്ങളും എല്ലാം ഉണ്ടാവുകയുള്ളൂ, തമ്മിത്തല്ലും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റേഡ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഒഴിവാക്കുന്നതിനോട് ഒട്ടും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ആക്കല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പിണറായി സർക്കാർ ഇനി അടുത്തൊരു മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉണ്ടോ? അയ്യോ എൻ്റെ പൊന്നെ, നാടും കുത്തുകോളാണെന്നാണ്. ഒരിക്കലും ആയില്ല, ആക്കല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെന്ന് വെച്ചാൽ അതുപോലെ ദോഷം മാത്രമേ നമുക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരിക്കലും ആകല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വോട്ട് ഉണ്ടെങ്കിൽ കൊടുക്കുകയില്ല. 2 വട്ടം പിണറായി സർക്കാരിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും ഇനി വരുവാണെങ്കിൽ വീണ്ടും വരികയല്ല. ഞങ്ങൾ ഒന്ന് സഹിച്ച് ഇനി സഹിക്കില്ല. ഇനി സഹിക്കത്തില്ല. ഒത്തിരി പൊടുത്തി കിട്ടിയ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഒരിക്കലും സഹിക്കില്ല. സഹിക്കാൻ പരമാവധി സഹിച്ചു. ഇനി സഹിക്കത്തില്ല. എല്ലാവരും മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ്. ഇല്ലില്ല, ഇതിന് ഒരു യോജിപ്പ് ആരും മാറി ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതിനെ ഒത്തിരി പുള്ളിനെ കൊണ്ട് ബുദ്ധിമുട്ടി ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊരിക്കലും മാറി ചിന്തിക്കുകയില്ല. അതാണ് എൻ്റെ